Hi friends, in the topic chapter 2 ആണ്. Chapter 2 Indian economy 1950 to 1990. 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, 1950 നമ്മൾ റിപ്പബ്ലിക്കായി. സോ ബ്രിട്ടീഷുകാർ ലീവ് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാമെന്നുള്ളൊരു അവസ്ഥ വന്നു. സോ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ ചോസ് ടു ബി എ പാർലമെന്ററി ഡെമോക്രസി പൊളിറ്റിക്കലി എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് നമ്മളൊരു പാർലമെന്ററി ജനാധിപത്യം ആകാമെന്ന് തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പും ജനാധിപത്യ പ്രക്രിയയുള്ള തെരഞ്ഞെടുപ്പ്, പാർലമെന്ററി ജനാധിപത്യം. രണ്ടാമതായിട്ട് ഇക്കണോമിക്കലി സാമ്പത്തികപരമായിട്ട് നമ്മൾ ഇന്ത്യ ചോസ് എ മിക്സഡ് എക്കോണമി. ഇന്ത്യ ഒരു മിശ്രിത സമ്പദ് വ്യവസ്ഥയാകാനാണ് തീരുമാനിച്ചത്. സോ രാഷ്ട്രീയപരമായിട്ട് പാർലമെന്ററി ജനാധിപത്യവും ഇക്കണോമിക്കലി സാമ്പത്തികപരമായിട്ട് ഒരു മിക്സഡ് എക്കോണമിയും ആകാനാണ് ഇന്ത്യ തീരുമാനിച്ചത്. മിക്സഡ് എക്കോണമി എന്ന് പറയുമ്പോൾ ലോകത്തുള്ള മൊത്തം രാജ്യങ്ങളെ, സമ്പദ് വ്യവസ്ഥകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇക്കോണമീസിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, സമ്പദ് വ്യവസ്ഥകളെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദർ ആർ മെയിൻലി 3 types ഓഫ് ഇക്കോണമീസ്. 3 തരത്തിലുള്ള രാജ്യങ്ങളാണുള്ളത് സാമ്പത്തികപരമായിട്ട്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നമുക്കറിയാം റിസോഴ്സസ്, സിമ്പിൾ ആയിട്ട് പറയുന്നത് റിസോഴ്സസ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കൈവശം വെക്കുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും, പ്രൈവറ്റ് പാർട്ടീസ് ആയിരിക്കും. അവരിത് ഉപയോഗിക്കുന്നത് സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും. പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവര് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത്. സിമ്പിൾ ആയിട്ട് ഇത്രയും മനസ്സിലാക്കുക. വെറസ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇക്കോണമീസ് ആണ് സോഷ്യലിസ്റ്റ് ഇക്കോണമീസ്. സോഷ്യലിസ്റ്റ് ഇക്കോണമീസിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അല്ലെങ്കിൽ റിസോഴ്സസും കൈവശം വെക്കുന്നത് അതെല്ലാം ഗവൺമെന്റിന്റെ കൈവശമായിരിക്കും. ഗവൺമെന്റ് ഈസ് ദ സോൾ ഓണർ ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഗവൺമെന്റ് ആണ് ഓണർഷിപ്പ് ഉണ്ടായിരിക്കുക. ഗവൺമെന്റ് ഇത് ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഗവൺമെന്റ്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ മാർക്കറ്റാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഇത് രണ്ടിന്റെയും കൂടി മിക്സ്ചർ ആണ് മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ മിശ്രിത സമ്പദ് വ്യവസ്ഥ. സോ നമ്മള് ആഗ്രഹിച്ചത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആവാനല്ല, സോഷ്യലിസ്റ്റ് ഇക്കോണമി ആവാനല്ല, അതിന്റെ ഒരു മിഡിൽ പാത്തായ മിശ്രിത ഇക്കോണമി ആവുക എന്നുള്ളതാണ്. ഓക്കെ. In India, in 1950, the Planning Commission was set up under the chairmanship of Prime Minister. അന്നത്തെ പ്രൈം മിനിസ്റ്ററെ ചെയർമാൻ ആക്കിക്കൊണ്ട് 1950 നമ്മളൊരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1950 നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മള് സോവിയറ്റ് മോഡൽ, അന്ന് കാലത്ത് നമുക്കറിയാം പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ലോകശക്തികൾ എന്ന് പറയുന്നത് ഒന്ന് USA മറ്റൊന്ന് USSR ആയിരുന്നു. USSR ഒരു സോഷ്യലിസ്റ്റ് കൺട്രി, USA ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. അപ്പോ നമ്മൾ അന്ന് ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് സോവിയറ്റ് മോഡൽ 5 year പ്ലാൻസ് ആയിരുന്നു. സോവിയറ്റ് മോഡലിലുള്ള അല്ലെങ്കിൽ അവരുടെ മോഡലിലുള്ള, റഷ്യയുടെ മോഡലിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. സോ നമ്മൾ പ്ലാനിങ്ങില് പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. നമ്മുടെ പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് പറയുന്നത് PC മെഹൽനോബിസ് ആണ്. അദ്ദേഹമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയില് ആദ്യമായിട്ട് ആരംഭിച്ചത്. സോ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. നമ്മൾ 5 year പ്ലാനിലേക്ക് മുന്നോട്ട് പോകാൻ വിചാരിച്ചു. നമ്മുടെ 5 year പ്ലാൻസിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് PC മെഹൽനോബിസ്, അദ്ദേഹത്തിന്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയിലെ ഇപ്പോഴത്തെ ഒരു റീസെന്റ് ഫോട്ടോഗ്രാഫാണത്, നിങ്ങൾക്ക് കാണാം. സോ എങ്ങനെയാണ് ഇന്ത്യ തീരുമാനങ്ങൾ എടുത്തത് 5 year പ്ലാൻസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഇനി 5 year പ്ലാൻസിന്റെ ഗോൾസ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. Each 5 year plan had different goals, but in general the following goals were the. ഓരോ 5 year പ്ലാൻസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരുന്നെങ്കിലും ഇൻ ജനറൽ മൊത്തമായിട്ട് നമ്മൾ ഈ പറയുന്ന 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് മൊത്തം
5 year പ്ലാൻസിനും ഉള്ളത്. ഓരോ 5 year പ്ലാൻസിനും ഡിഫറെന്റ് ലക്ഷ്യങ്ങളുണ്ടെങ്കിലും മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ, there are 4 main objectives or goals for the 5 year plans. ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച, ഇക്കോണമിയുടെ പുരോഗതി. ഇക്കോണമിയുടെ പുരോഗതി അല്ലെങ്കിൽ വളർച്ചയെ നമ്മൾ അളക്കുന്നതിനുള്ള ഒരു മെയിൻ ഇൻഡിക്കേറ്റർ ആണ് അല്ലെങ്കിൽ സൂചകമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ചുരുക്കപ്പേര് GDP എന്ന്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കോണമി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ഒരു രാജ്യത്ത്, ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മളാകെ 2 പ്രൊഡക്റ്റ് ഉള്ളൂ, 2 വസ്തുക്കളേ ഉള്ളൂ. ഒന്ന് ഒരു ടീച്ചറുടെ സേവനവും, 2 ഒരു തേങ്ങയാണെന്ന് വിചാരിക്കാം, ഒരു കോക്കനട്ട്. ഓക്കെ, ഒരു രാജ്യത്ത് 2 വസ്തുക്കളുള്ളൂ. ഒന്നൊരു ടീച്ചറുടെ സേവനവും, മറ്റൊന്നെന്താണ് ഒരു കോക്കനട്ട്. ഈ തേങ്ങയുടെ മൂല്യം, പണപരമായ മൂല്യം 50 രൂപ എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ടീച്ചർക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ ടീച്ചറുടെ മൂല്യം നമ്മൾ പണത്തിലാണ് അളക്കുന്നത്. ടീച്ചറുടെ മൂല്യം എന്ന് പറയുന്നത് ടീച്ചർ കിട്ടുന്ന സാലറി തന്നെയാണ്. ടീച്ചർ കിട്ടുന്ന പണപരമായ മൂല്യം എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഈ ഇക്കോണമിയിലുള്ള നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ 100 ടീച്ചറുടെ പണപരമായ മൂല്യം 100 പ്ലസ് തേങ്ങയുടെ പണപരമായ മൂല്യം 50, 150 രൂപയാണ് ഇവിടുത്തെ GDP. ഇപ്പൊ എന്താണ് 150 എന്ന് പറയുന്നത്? പണപരമായ മൂല്യമാണ്. എന്തിന്റെ? ഗുഡ്സിന്റെയും. ഗുഡ്സ് എന്ന് പറയുന്നത് തേങ്ങ ഈസ് എ ഗുഡ് അല്ലെ, ഗുഡ്സിന്റെയും സർവീസസിന്റെയും. സർവീസ് എന്ന് പറയുന്നത് ടീച്ചർ ഈസ് ഗിവിംഗ് എ സർവീസ്. അപ്പൊ ഈ ടീച്ചറുടെ സർവീസിന്റെയും ഈ തേങ്ങയുടെയും പണപരമായ മൂല്യമായ 150 രൂപയാണ് എന്ത്? GDP എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോത്ത് നോക്കിയാൽ മതി. അടുത്ത കൊല്ലം ഈ GDP 150-നേക്കാൾ കൂടുതലാണെങ്കിൽ ദർ ഈസ് എക്കണോമിക് ഗ്രോത്ത്. അല്ല, 150-നേക്കാൾ കുറവാണെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് ഇല്ല, കുറഞ്ഞു പോകുന്നു, താഴേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് GDP. GDP ഈസ് വൺ ഓഫ് ദ മെയിൻ ഇൻഡിക്കേറ്റർ ഫോർ മെഷറിംഗ് എക്കണോമിക് പ്രോഗ്രസ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത്. ക്ലിയർ ആണല്ലോ? ഇനി കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടേഴ്സ് ടു GDP ഈസ് കോൾഡ് ആസ് സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഓഫ് GDP. അതായത് ഈ അഗ്രികൾച്ചർ, നമുക്കറിയാം പ്രധാനപ്പെട്ട എത്ര സെക്ടേഴ്സ് ആണ്? 3 സെക്ടേഴ്സ് ആണുള്ളത്. ഈ 3 സെക്ടേഴ്സ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ്, ഈ സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ, GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അതായത് അഗ്രികൾച്ചറിൽ നിന്ന് വരുമാനം വരുന്നത് GDP സപ്പോസ് നമ്മൾ 100 എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറിൽ നിന്ന് വരുന്ന വരുമാനം 30%, ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വരുമാനം 50%, അപ്പൊ 80% കഴിഞ്ഞു. 20% സർവീസ് സെക്ടറിൽ നിന്നാണ്. ഇങ്ങനെ നമ്മൾ കോമ്പോസിഷൻ പറയുന്നതിന്, ഇങ്ങനെ നമ്മൾ ഘടനാപരമായ സംയോജനം പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഓഫ് GDP. ഘടനാപരമായ സംയോജനം ഓഫ് GDP അല്ലെങ്കിൽ GDP-യുടെ സ്ട്രക്ചറൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഈ 3 സെക്ടറിൽ നിന്നും GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ശതമാനം അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്തു, എത്ര ശതമാനം ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് ചെയ്തു, എത്ര ശതമാനം സർവീസ് സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്തു, ഏതിലേക്ക്? മൊത്തം ദേശീയ വരുമാനത്തിലേക്ക് അല്ലെങ്കിൽ GDP-യിലേക്ക്. ദേശീയ വരുമാനം എന്ന് പറയുന്നതിന് മറ്റൊരു ടേം കൂടിയാണ് എന്ത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇനി സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇക്കോണമി കൂടുതൽ പുരോഗമിക്കുമ്പോൾ അഗ്രികൾച്ചറിൽ നിന്നുള്ള വരുമാനത്തെക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതലായിട്ട് ഇൻഡസ്ട്രിയും അതിനേക്കാൾ കൂടുതലായിട്ട് സർവീസ് സെക്ടറും കോൺട്രിബ്യൂഷനും കൂടുന്നതാണ്. അതായത് ഒരു ഇക്കോണമി പുരോഗമിക്കുമ്പോൾ ആസ് എൻ എക്കോണമി ഗ്രോസ്, കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ഡിക്ലൈൻസ്. അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ കൃഷിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ശതമാനം കുറയുകയും ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടർ ഇൻക്രീസസ്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇക്കോണമി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കുറയും. എന്ന് വെച്ചാൽ അഗ്രികൾച്ചറിൽ നിന്ന് നാഷണൽ ഇൻകത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറയും. മറിച്ച് ഇൻഡസ്ട്രിയിൽ നിന്നും സർവീസ് സെക്ടറിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷൻ കൂടി വരുന്നതായിരിക്കും. അപ്പൊ ഇത് ഒരു ഇൻഡിക്കേറ്റർ ആണ്, സൂചകമാണ്. ഒരു ഇക്കോണമി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഇൻഡസ്ട്രിയിൽ നിന്നും സർവീസ് സെക്ടറിൽ നിന്നാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ നാഷണൽ ഇൻകത്തിലേക്ക് വരുന്നത്.
ഇതെങ്കിൽ ആ ഇക്കോണമി കുറെ കൂടി പുരോഗതി കൈവരിച്ചിട്ടുള്ള ഇക്കോണമി ആയിരിക്കും. മറിച്ച് അഗ്രികൾച്ചർ ആണ് മേജർ ആക്ടിവിറ്റി എങ്കിൽ, അഗ്രികൾച്ചറിനാണ് മേജർ കോൺട്രിബ്യൂഷൻ എങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇക്കോണമി എത്ര ഡെവലപ്ഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സൂചകമാണ് എന്ത്? ഒന്നാമത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഷെയറിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ചാപ്റ്ററിൽ നിന്നാണ് 1950 മുതൽ 1990 വരെയാണ്. In India, share of agriculture is declining and service is increasing. നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലാനിങ്ങിന് ശേഷം 1950 തുടങ്ങി 1990 വരെയുള്ള കാലഘട്ടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷൻ കുറയുന്നുണ്ട്, സർവീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ്. The share of agriculture in the GDP was more than 50% at independence. സ്വതന്ത്ര സമയത്ത് 50%-ത്തേക്കാൾ കൂടുതലായിരുന്നു അഗ്രികൾച്ചറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ, കൃഷിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ. ബട്ട് ബൈ 1990, നമ്മൾ പറയുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1990 ആണ്. ബൈ 1990 the share of service sector was 41%. സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ 40% കൂടി. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും, അതായത് നേരത്തെ അഗ്രികൾച്ചർ 50% 1990 ആയപ്പോഴേക്കും സർവീസ് സെക്ടർ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ട് 41% കോൺട്രിബ്യൂഷൻ ഏതായി മാറി? സർവീസ് സെക്ടറായി, വിച്ച് വാസ് മോർ ദാൻ ദാറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അഗ്രികൾച്ചറിനേക്കാളും ഇൻഡസ്ട്രിയേക്കാളും മുന്നോട്ട് വന്നു ഏത്? സർവീസ് സെക്ടർ. ദാറ്റ് ഡെഫിനറ്റ്ലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇന്ത്യ ഈസ് ഓൺ എ പ്രോഗ്രസീവ് പാത്ത്. ഇന്ത്യ ഒരു പുരോഗതിയുടെ പാതയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മോഡേണൈസേഷൻ ആണ്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നവീകരണമാണ്. ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി ആൻഡ് ഇൻഫീരിയർ സ്റ്റാറ്റസ് ഫോർ വുമൺ. പണ്ട് കാലത്ത് നമ്മുടെ ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാസ്റ്റ് സിസ്റ്റം അല്ലെ, ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു, അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സമൂഹത്തില് വളരെ താഴ്ന്ന നിലവാരമായിരുന്നു കിട്ടിയിരുന്നത്. അവരെ അത്ര റെസ്പെക്റ്റബിൾ ആയിരുന്നില്ല അവരുടെ സൊസൈറ്റിയിൽ അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യകാല അല്ലെ, നമുക്ക് പറയാം ആദ്യകാലത്ത് ഇന്ത്യയുടെ ഒരു ഔട്ട്ലുക്ക് അങ്ങനെയായിരുന്നു. നമ്മള് ഈ പറയുന്ന കാസ്റ്റ് സിസ്റ്റത്തിലും അൺടച്ചബിലിറ്റിയും ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് വിമൺ വാസ് വെരി ഇൻഫീരിയർ. മോഡേണൈസേഷൻ അല്ലെങ്കിൽ നവീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതൊക്കെ മാറണം. ഈ അൺടച്ചബിലിറ്റി, കാസ്റ്റ് സിസ്റ്റം ഇതൊക്കെ മാറി നമ്മൾ അഡോപ്ഷൻ ഓഫ്, ഒന്നാമത്തെ കാര്യം സ്ത്രീകൾക്ക് കുറച്ചുകൂടി റെസ്പെക്ട് കൊടുക്കുക സമൂഹത്തിൽ. സ്ത്രീകൾക്ക് കുറച്ചുകൂടി റെസ്പെക്ട് കൊടുക്കുക, അവർക്ക് കുറച്ചുകൂടി സ്ത്രീ ശാക്തീകരണം. നമുക്കറിയാം അല്ലെ, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനും മറ്റുള്ള ഇലക്ഷനും ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പാർലമെന്റിലൊക്കെ ഇത്ര ശതമാനം സീറ്റ് സ്ത്രീകൾക്ക് അല്ലെ, ജോലിക്ക് ഇത്ര ശതമാനം, അങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്ത്രീ ശാക്തീകരണമാണ് അല്ലെ. പണ്ടത്തെ സിസ്റ്റം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മോഡേണൈസേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? റെക്കഗ്നിഷൻ ഫോർ വുമൺ. സോ മോഡേണൈസേഷൻ മീൻസ് അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി, പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് മറ്റൊരു ഗോൾ എന്ന് പറയുന്നതാണ് എന്ത്? സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ സ്വാശ്രയത്വം. ഇറ്റ് മീൻസ് റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. ആസ് എൻ ഇക്കോണമി, ഒരു ഇക്കോണമി, ഇന്ത്യ ആസ് എൻ ഇക്കോണമി റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ അതർ എക്കോണമീസ് എന്ന് ഉദ്ദേശിച്ചാൽ, എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ഇക്കോണമീസിലെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക എന്ന് ഉദ്ദേശിച്ചാൽ എന്താണത്? നമ്മൾ നമ്മുടെ തന്നെ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യമാണ് ഈക്വിറ്റി, സമത്വം അല്ലെങ്കിൽ സമത. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രോത്ത് ഷുഡ് റീച്ച് ദ പുവർ പീപ്പിൾ. എപ്പോഴും പ്രശ്നം വേറെ ഒന്നുമില്ല, ഈ പുരോഗതിയൊക്കെ പറയുമ്പോഴും മോഡേണൈസേഷൻ ഒക്കെ പറയുമ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന്റെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ ബെനിഫിറ്റ്സ് കിട്ടുക. പാർശ്വവൽക്കരിക്കപ്പെട്ട കുറച്ച് പേരുണ്ടാവും, അവർക്ക് ഈ ബെനിഫിറ്റ്സ് ഒന്നും എത്താറില്ല. സോ അത് മാറണം, എല്ലാവരിലേക്കും ബെനിഫിറ്റ് എത്തണം. ഒരേപോലെ ഉള്ള ഒരു ഇക്കോണമി, നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസം അത്ര നമുക്ക് എത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ബെനിഫിറ്റ്സ് എല്ലാം ഈ രാജ്യം പുരോഗതിയിലേക്ക് പോകുമ്പോൾ ദീസ് benefits of growth, ഈ ഗ്രോത്തിന്റെ ബെനിഫിറ്റ്സ് should reach to the poor section of the people also. ഇന്ത്യ എന്ന് പറയുന്ന എക്കോണമി എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളും അല്ലെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കിട്ടുന്ന ഗ്രോത്തിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പുരോഗതിയുടെ ബെനിഫിറ്റ്സ് പാവപ്പെട്ടവരിലേക്കും കൂടി എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. എവറി സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ഷുഡ് റീപ് സം ബെനിഫിറ്റ്സ് ഓഫ്